ഡോക്ടർ ഫസൽ ഗഫൂർ, ഒപ്പിട്ട മാനേജ്മെൻറ്റുകളെക്കാൾ വൃത്തിക്കാണ്, മാന്യമായാണ് ഒപ്പിടാത്ത കരുണ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പ്രസ്താവന ഇറക്കിയിട്ടാണ് എൻ ഷംസുദ്ദീൻ അവിടെ നിരാഹാരമല്ല, അദ്ദേഹം ആഹാരം കഴിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ നിലപാട്? കാരണം അദ്ദേഹത്തിൻ്റെ മകൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കരുണയിലാണ്, അവിടെ മാന്യമായാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. സർക്കാരുമായി ഒത്തുകളിക്കുന്ന നിങ്ങളാണ് കുഴപ്പക്കാർ. ആദ്യം ഡീനിനോടൊരു കാര്യം, ഡീൻ പറയാണ് ഉണ്ടയില്ലാത്ത വെടിയെന്നാണ്. ശരിക്കും ഡീൻ്റെ തോക്ക് തന്നെ ഉണ്ടല്ലോ ഭയങ്കര രണ്ട് ഉഗ്രനായിട്ടുള്ള ലീതൽ ബുള്ളറ്റ്സ്. അത് ഫയർ ചെയ്യട്ടെ ഡീൻ. VS അച്യുതാനന്ദൻ്റെ കുട്ടികൾ പഠിക്കേണ്ട അമൃതയിലാണ്. അങ്ങനെയാണെങ്കിൽ ഡീനെ പുറത്തു കൊണ്ടുവരണം. കാരണം VS ആദർശധീരനായിട്ട് ചമയണല്ലേ. ഡീനെ പുറത്തു കൊണ്ടുവന്നിട്ട് VSനെ പുറത്താക്കട്ടെ സ്വരാജും പോളിറ്റ് ബ്യൂറോ എല്ലാവരും കൂടെ. അതാണ് കറക്റ്റ്. ഒരു സൈഡല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ ആര് കളിക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് നടപടി വേണം. അപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു. ഡീൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞോ? ഡീൻ്റെ VSനെ കുട്ടി പഠിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കറിഞ്ഞൂടാ, കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുടെ കാര്യം മാത്രമേ പറഞ്ഞേ. പിന്നെ ഷംസുദ്ദീൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലല്ലേ, ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരുണ മെഡിക്കൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ച് കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഷംസുദ്ദീനെ പറ്റി എനിക്ക് പറയാൻ വളരെ മാന്യമാണ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കരുണ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് സർക്കാരായിട്ട് കരാറിൽ ഏർപ്പെടാതെ തോന്നിയ വിധത്തിൽ അഡ്മിഷൻ നടത്തുന്ന ഒരു കോളേജാണ്. മനസ്സിലായി? ആ കോളേജിൽ നമ്മൾ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. മനസ്സിലായില്ലേ, നമ്മളിവിടെ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമരപന്തലിൽ പോകുന്നു, അവിടെ ബഹം വെക്കുന്നു, എന്നിട്ട് വലിയ ഒരു എന്താ പറയുക, വലിയൊരു എന്തോ ഇതിപ്പോൾ വരാൻ പോണ കേട്ട വിമോചന സമരം വരാൻ പോണമായിരിക്കല്ലേ പറയുന്നത്. മനസ്സിലല്ലേ? ആയിക്കോട്ടെ, വിമോചന സമരം, ഞങ്ങൾ സ്വയാശ്രയ മാനേജ്മെന്റ് വിമോചനം നടത്തട്ടെ. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഹലോ, മെഡിക്കൽ കോളേജിന്റെ ആന്റിസിഡൻസ് സമരമുഖത്ത് നിൽക്കുന്ന നേതാവാണ്. 5 പേരിൽ ഒരാളാണ് ആ സമരമുഖത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ആ നേതാവ് ഈ വിഷയത്തെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുതന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സർക്കാരുമായി ഒരു തരത്തിലും യോജിക്കാൻ തയ്യാറാവാത്ത, സർക്കാർ കുഴപ്പക്കാരെന്ന് ആവർത്തിച്ച് പറയുന്ന, സർക്കാർ ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്ന ഒരു കോളേജിലാണ് ഈ കുട്ടിയെ ചേർത്തിരിക്കുന്നത്. ആ കോളേജ് നല്ലതാണെന്നും ആ കോളേജ് കുഴപ്പമില്ല എന്നും അവതരിപ്പിക്കുന്നത് എത്രത്തോളം ഈ സമരത്തോടുള്ള ആത്മാർത്ഥതയോടെയാണ്? അല്ല, അതിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് തെറ്റിയിട്ട് ഞാൻ ഒരു ചാനലിന് മുന്നിൽ ഒരു സത്യം ഞാൻ വെളിപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കുന്നത്. അദ്ദേഹം MES കോളേജിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്, ഞാനായിട്ട് ബന്ധപ്പെട്ടിരുന്ന. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് 11 ലക്ഷം രൂപ കൊടുക്കാനുള്ള കഴിവില്ല, എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് അദ്ദേഹം തുറന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നിങ്ങളെക്കാൾ കരുണ തന്നെയാണ്. അല്ല, അതിനൊക്കെ അതും ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൺസെഷനൊന്നും പരിപാടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയണേ, ഒരാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ നമ്മളെ താങ്കൾ പോലും പറയുന്നത് അല്ലല്ല. അങ്ങനെ ഇരിക്കണ്ട. ഞങ്ങൾ ചോദിച്ചെന്നു, അത് ഞങ്ങൾ കൊടുത്തില്ലല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ, കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഡീൻ പറഞ്ഞ വർഷത്തോട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അതായത് ഈ വിഷയം, ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിഷയം ഞാൻ വിടാൻ പോകുന്നില്ല. ഈ വിഷയം അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഞാൻ വിടാൻ പോണില്ല. ഈ കള്ളക്കളി ഞാൻ 10-14 കൊല്ലമായി കാണുന്നത്. ഇവരെല്ലാവരും കൂടെ മുണ്ടും പൊക്കി, കോളമ്പക്കത്തെ നടികളുടെ അടുത്ത് പോകണമാരിയാണ് മുണ്ടും പൊക്കിയിട്ട്. മനസ്സിലല്ലേ? ആ പരിപാടി ഇവിടെ വേണ്ട. മനസ്സിലല്ലേ? ഇവിടെ സ്വയാശ്രയ കോളേജുകളിൽ വന്ന് രാത്രിയിൽ വന്ന് അഡ്മിഷൻ എടുക്കുകയും പകലിരുന്നിട്ട് സമരങ്ങൾ നടത്തുന്ന ആരായാലും ആ സംഭവത്തെ ഞാനിതിൽ വിജിലൻസ് അന്വേഷണത്തിനുള്ള തീരുമാനത്തിലാണ് ഈ സർക്കാർ. അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ M. സ്വരാജ്, വിജിലൻസ് അന്വേഷണം കൊണ്ട് അതായത് സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ സർക്കാർ ഇതുവരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തിലൂടെ ഇവിടെ തലവരിപ്പണം ഇല്ലാതാകുന്നു എന്നതാണ്. അതാണ് ഈ ഫീസ് വർധനയ്ക്ക് ഒരു കാരണമായി ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പാളിയില്ലേ? അങ്ങനെ പറയാനാവില്ല. ഞാൻ പറയട്ടെ, അത് ഒരു സെക്കൻഡ് തരാണെങ്കിൽ ഒരു കൂടി പറയാം. ഇപ്പോഴും ഡീനെ ഓർത്തിട്ട് എനിക്ക് പ്രയാസം തോന്നുന്നു. കാരണം പരിയാരത്തെ പ്രിവിലേജ് സീറ്റ് എന്ന സംവിധാനം ഇല്ലാതാക്കിയവരാണ് ഞങ്ങളെ. ആ അഴിമതിയുടെ വാതിൽ അടച്ചവരാണ് ഞങ്ങൾ. അവിടെ പഠിപ്പിച്ചവരാണിവർ. അവിടെ NRI സീറ്റിൽ ബന്ധുക്കളെല്ലാം NRIകളായതുകൊണ്ടാണ് രമേശൻ്റെ കുട്ടി ചേരുമ്പോൾ വാർത്തയായി വന്നു. അപ്പോൾ രമേശൻ തന്നെ അത് പിൻവലിച്ചു. ഇവരുടെ ഏതെങ്കിലും നേതാക്കന്മാർ പിൻവലിച്ചു. ഇവരുടെ നേതാക്കന്മാർ അതിൽ പഠിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ആ NRI സീറ്റിൽ പഠിച്ച ഇവരുടെ നേതാക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല.
പഠിക്കാൻ വേണ്ടി ആലോചിച്ച, അവിടെ ചേർക്കാൻ, കുട്ടിയെ ചേർക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശമല്ല, പഠിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ക്ലാസ് പോലും തുടങ്ങിയിട്ടില്ല. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? കള്ളം പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അവിടെ അഡ്മിഷൻ എടുക്കുന്നു, കള്ളം പറയുന്നത് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഫീസിന്റെ ഒരു ഭാഗം അടച്ചു. അവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്നു, അവിടെ പക്ഷേ പഠനം തുടങ്ങി. ക്ലാസ് തുടങ്ങിയിരുന്നില്ല, പഠനം തുടങ്ങിയിരുന്നില്ല, അഡ്മിഷൻ അപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ നേതാക്കന്മാരോട് പഠിച്ചിറങ്ങി. അതേ പറഞ്ഞു, MLA മുൻ MP പഠിച്ചിറങ്ങി. 29,000-30,000 റാങ്ക്. ഞാൻ ചോദിച്ചത് ഈ സർക്കാരിന്റെ അവകാശം ഞാൻ ഒന്നും കൂടി പറയാം. അന്ന് ഇവിടെ ചർച്ച പറഞ്ഞു, അതുകൂടി പറയാം. ഇവിടുത്തെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ആനുകൂല്യം ഇവർ പറ്റിയെന്നാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടത്തും പുറത്തും സ്വാശ്രയ വിദ്യാഭ്യാസ ലോബിയുമായി നേരിട്ട് ഇടപാടുള്ളവരാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു, കർണാടകയിലെ കാട് സൊന്നപ്പനഹള്ളിയിലെ കോശി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആരുടെ ബിനാമിയാണ്? അത് ഉദ്ഘാടനം ചെയ്ത നേതാവാരാ? നിർബന്ധിച്ച പേര് പോയാൻ പറയാം. കേരള നിയമസഭയിലുള്ള ശ്രീ ഉമ്മൻചാണ്ടിയാണ് അത് പോയി ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയും അല്ല, മന്ത്രിയല്ല. ആ വിദ്യാഭ്യാസ ലോബി ഇവിടെ വന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുപോയി ഉദ്ഘാടനത്തിന്. കമ്മനഹള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരു സ്ഥാപനം ആ കോളേജിനെ കുറിച്ച് അന്വേഷിച്ചാൽ ബാക്കി അന്വേഷിച്ചാൽ അറിയും. കമ്മനഹള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള സ്കൂൾ ഓഫ് നഴ്സിംഗ് ഒരു 10-11 കോളേജുകൾ, സഹോദര സ്ഥാപനങ്ങളുടെ ശൃംഖലയുണ്ട്. അവരിപ്പോഴും മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ബ്രോഷറിൽ ചേർത്തിരിക്കുന്ന ചിത്രം ആരുടെയാ? ഈ നേതാവിന്റെ അതേ നിലവാരത്തിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ നിയമസഭയിലെ മറ്റൊരു നേതാവിന്റെ അതേ നിലവാരം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി. രമേശ് ചെന്നിത്തലയുടേതായിരിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ താങ്കൾ ആരോപിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ നിലവാരത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് ഇതിനുള്ള മറുപടി ഡീനിന് പറയാം. തീർച്ചയായും ഈ ചോദ്യത്തിലേക്ക് വരാം. വിജിലൻസ് അന്വേഷണവും ക്യാപിറ്റേഷൻ ഫീസുമാണ്. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സങ്കല്പത്തോട് തന്നെ യോജിപ്പില്ലാത്തവരാണ് ഞങ്ങൾ. അത് ഡീൻ പറഞ്ഞത് ശരിയാണ്. അവരാണ് ഇത് കൊണ്ടുവന്നത്. AK ആന്റണി അത് കൊണ്ടുവന്നപ്പോൾ 2 കോളേജ് തുടങ്ങിയാൽ ഒരു സർക്കാർ കോളേജിന്റെ ഗുണം ലഭിക്കും എന്നാണ് അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്. ആ AK ആന്റണി പിന്നീട് വിലപിക്കുന്നത് നമ്മൾ കണ്ടു. എന്നെ പറ്റിച്ചു എന്നാ പറഞ്ഞത്. പക്ഷേ ഈ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു അവകാശവാദം. ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോ ആ വിലാപം നമ്മൾ കേട്ടു. അത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അതാണ് പ്രശ്നം. അതിനുശേഷം കേരളത്തിൽ വ്യാപകമായ ക്യാപിറ്റേഷൻ ഫീസ് സ്ഥിരമായി നടന്നു വന്നു. എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം. അത് അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമായി ഈ വർഷത്തെ ഈ ഗവൺമെന്റ് കാണുകയാണ്. അതിനുള്ള ആദ്യ ചൂട് വെക്കുകയാണ്. ഇപ്പൊ നീറ്റ് കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അതിനൊരു അവസരം ഒരുങ്ങി വന്നു. അപ്പോൾ ക്യാപിറ്റേഷൻ ഫീസ് എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടിയ നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. അപ്പോഴും നാം കാണണം, ഒരു വിഭാഗം മാനേജ്മെന്റുകൾ ഏതെങ്കിലും പഴുതുപയോഗിച്ച്, ഞാനിപ്പോൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന വാർത്തകളെ ഒന്നും ഞാനിപ്പോൾ നിഷേധിക്കുന്നില്ല, ഏതെങ്കിലും പഴുതുകൾ ഉപയോഗിച്ച് ഈ തലവരിപ്പണം വാങ്ങാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അത് സംബന്ധിച്ച് ഉയർന്നു വരുന്ന എല്ലാ പരാതിയും വിജിലൻസ് അന്വേഷിക്കുമെന്ന് പറയുന്നതിലൂടെ അപ്പോൾ ഇനി ഒരു നേട്ടമായി, സർക്കാരിന്റെ നേട്ടമായി തീർച്ചയായും തലവരിപ്പണം ഇല്ലാതാക്കിയെന്നും അതുകൊണ്ടാണ് ഈ ഫീസ് വർദ്ധിപ്പിച്ചത് എന്നും അവകാശപ്പെടരുത്. പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആ പരിശ്രമം നടത്തുന്നു. അത് നടത്തുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം വരും. അതിനോട് എങ്ങനെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പ്രശ്നം. ഞങ്ങൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും എന്ന കാര്യത്തിന്റെ ഗ്യാരണ്ടിയാണ് അന്വേഷണം. ഞാൻ തിരിച്ചു വരാം.